ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 7-ാം തീയതി, വലിയ നോമ്പിൻ്റെ 6-ാം ദിവസം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനം. ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. യേശുവിൻ്റെ പർവ്വതോപദേശത്തിൻ്റെ തുടക്കമാണ് സന്ദർഭം. ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തോടുള്ള ബന്ധം ആരംഭിക്കുന്നത് വിനയത്തിലൂടെയാണെന്നാണ്. നാം ദൈവത്തിൻ്റെ കൃപയെ ആശ്രയിക്കേണ്ടതുണ്ട്. നാം മറ്റുള്ളവരുമായി ഐക്യം സൃഷ്ടിക്കുന്നവരാകണം. ഈ വാക്യങ്ങളിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. തുടർന്ന് വായിക്കുമ്പോൾ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും അവൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിൻ്റെ നീതിയെ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം. അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ തൃപ്തി ലഭിക്കൂ. നാം കരുണയുള്ളവരാകാനും ഹൃദയശുദ്ധിയുള്ളവരാകാനും സമാധാനം സ്ഥാപിക്കുന്നവരാകാനും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കരുണ എന്നാൽ മറ്റുള്ളവരോട് കാണിക്കുന്ന കൃപയാകുന്നുവല്ലോ. ഹൃദയശുദ്ധി എന്നാൽ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ ആരാധന ആയിരിക്കണം. ഹൃദയശുദ്ധി നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് 2 ബന്ധങ്ങളാണ്. 1 ദൈവമായുള്ള ബന്ധം, 2 പരസ്പരമുള്ള സ്നേഹബന്ധം. ഇത് 2 സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാണ്. ദൈവം സ്നേഹമാണെന്നും മനസ്സിലാക്കിയിട്ടുള്ള ബന്ധം. ദൈവത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുന്നവരായി തീരുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പകരുന്നവരായി മാറുക. ഈ 2 ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തീയ ജീവിതശൈലിയുടെ ഒരു രൂപരേഖയാണ് ഈ വാക്യങ്ങൾ. നാം കരുണയുള്ളവരും നീതിയെ അന്വേഷിക്കുന്നവരും സമാധാനം സ്ഥാപിക്കുന്നവരുമായി ജീവിക്കാൻ ഇവ നമ്മെ ക്ഷണിക്കുന്നു. ഈ മൂല്യങ്ങൾ ലോകത്തിന് വിരുദ്ധമായി തോന്നാം, പക്ഷേ ഇവയാണ് യഥാർത്ഥ അനുഗ്രഹത്തിലേക്കും പൂർണ്ണതയിലേക്കും നയിക്കുന്ന വഴി. നമുക്ക് ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സത്യമാണെന്നും അവൻ്റെ പ്രതിഫലം നിത്യമാണെന്നും നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ ഉപദേശിക്കണമേ. നിൻ്റെ മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് വിനയം, കരുണ, ഹൃദയശുദ്ധി, സമാധാനം തുടങ്ങിയ ഗുണങ്ങൾ നൽകണമേ. നിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.